നമസ്കാരം. ലവ് ജിഹാദ് പരാതികൾ പരിശോധിക്കുന്നതിനായി മഹാരാഷ്ട്ര സർക്കാർ DGP അധ്യക്ഷനായ ഒരു 7 അംഗ കമ്മിറ്റി രൂപീകരിച്ചു. മഹാരാഷ്ട്രയിലെ നിലവിലുള്ള സ്ഥിതിഗതികൾ പഠിക്കുകയും ലവ് ജിഹാദ് വഞ്ചനാപരമായ അല്ലെങ്കിൽ നിർബന്ധിത മതപരിവർത്തനം എന്നിവയെക്കുറിച്ച് ലഭിക്കുന്ന പരാതികളിൽ പരിഹാര നടപടികൾ ശുപാർശ ചെയ്യുകയും നിയമപരമായ വശങ്ങൾ പരിശോധിക്കുകയും മറ്റ് സംസ്ഥാനങ്ങളിൽ നിലവിലുള്ള നിയമങ്ങൾ പഠിക്കുകയും നിയമപ്രകാരം ശുപാർശകൾ നൽകുകയും ചെയ്യുക എന്നതാണ് ഈ കമ്മിറ്റിയുടെ പ്രധാന ചുമതല. മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ദേവേന്ദ്ര ഫഡ്നാവിസും DGP രശ്മി ശുക്ലയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തിയ ദിവസമാണ് ഈ നീക്കം. ആഭ്യന്തരം, നിയമം, നീതി, സാമൂഹ്യനീതി, വനിതാ ശിശു വികസനം എന്നീ വകുപ്പുകളിൽ നിന്നുള്ള 7 അംഗങ്ങളാണ് കമ്മിറ്റിയിലുള്ളത്. ലവ് ജിഹാദും വഞ്ചനാപരമോ നിർബന്ധിതമോ ആയ മതപരിവർത്തനങ്ങളും തടയുന്നതിനുള്ള നിയമം നടപ്പിലാക്കുന്നതിനെ സംബന്ധിച്ച് സംസ്ഥാനത്തെ വിവിധ സംഘടനകളും ചില പൗരന്മാരും നിവേദനങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങൾ ലവ് ജിഹാദും വഞ്ചനാപരമോ നിർബന്ധിതമോ ആയ മതപരിവർത്തനങ്ങളും തടയുന്നതിന് നിയമങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട്. അതനുസരിച്ച് മഹാരാഷ്ട്രയിലെ നിലവിലുള്ള സാഹചര്യം പഠിക്കുകയും ലവ് ജിഹാദും വഞ്ചനാപരമോ നിർബന്ധിതമോ ആയ മതപരിവർത്തനങ്ങൾ സംബന്ധിച്ച് ലഭിച്ച പരാതികളിൽ നടപടികൾ നിർദ്ദേശിക്കുകയും ചെയ്യുക, മറ്റ് സംസ്ഥാനങ്ങളുടെ നിയമങ്ങൾ പഠിക്കുകയും നിയമത്തിന്റെ കരട് തയ്യാറാക്കുകയും നിയമപരമായ കാര്യങ്ങൾ പഠിക്കാൻ ഒരു പ്രത്യേക സമിതി രൂപീകരിക്കുകയും ചെയ്യുക എന്നത് സർക്കാരിന്റെ പരിഗണനയിലായിരുന്നു. അതനുസരിച്ച് മുംബൈയിലെ മഹാരാഷ്ട്ര സംസ്ഥാന പോലീസ് ഡയറക്ടർ ജനറലിന്റെ അധ്യക്ഷതയിൽ ഒരു പ്രത്യേക സമിതി രൂപീകരിക്കുമെന്ന് വെള്ളിയാഴ്ച പുറപ്പെടുവിച്ച സർക്കാർ ഉത്തരവിൽ പറയുന്നു. കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് നിശ്ചിത സമയപരിധിയില്ല. ഭരണകക്ഷിയായ മഹായുതി സഖ്യം തിരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ ലവ് ജിഹാദ് വിഷയം ഉന്നയിച്ചിരുന്നു. അതേസമയം ചില സമുദായങ്ങൾ നടത്തുന്ന ലവ് ജിഹാദ് രാജ്യത്തിന്റെ ഐക്യത്തിന് വലിയ ഭീഷണിയാണെന്ന് UP സർക്കാർ ജഡ്ജി രവികുമാർ ദിവാകർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ജനസംഖ്യാപരമായ യുദ്ധത്തിലൂടെയും അന്താരാഷ്ട്ര ഗൂഢാലോചനയിലൂടെയും ഇന്ത്യക്കെതിരെ ഒരു പ്രത്യേക മതത്തിലെ ചില സാമൂഹ്യ വിരുദ്ധരുടെ ആധിപത്യം സ്ഥാപിക്കുക എന്നതാണ് ലവ് ജിഹാദിന്റെ ലക്ഷ്യമെന്നും കോടതി നിരീക്ഷിച്ചു. നിയമവിരുദ്ധ മതപരിവർത്തനത്തിനായി ഹിന്ദു പെൺകുട്ടികളെ പ്രണയത്തിലേക്ക് വശീകരിക്കുകയും പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഉള്ളതിന് സമാനമായ സാഹചര്യങ്ങൾ ഇന്ത്യയിൽ സൃഷ്ടിക്കുകയുമാണ് ചെയ്യുന്നതെന്ന് അഡീഷണൽ ജില്ലാ ജഡ്ജി രവികുമാർ ദിവാകർ നിരീക്ഷിച്ചു. നിയമവിരുദ്ധമായ മതപരിവർത്തനങ്ങൾ രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും പരമാധികാരത്തിനും കാര്യമായ ഭീഷണി ഉയർത്തുന്നുവെന്ന് വ്യാജ ഐഡന്റിറ്റി, ബന്ധങ്ങൾ, ഗർഭചിത്രം എന്നിവയുമായി ബന്ധപ്പെട്ട ഒരു കേസ് പരിഗണിക്കവെയാണ് ജഡ്ജി ഇങ്ങനെ പറഞ്ഞത്. കേസിൽ വ്യാജ ഐഡന്റിറ്റി കാണിച്ച ഒരു വിദ്യാർത്ഥിയെ ബലാത്സംഗം ചെയ്യുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തതിന് 25-കാരനായ മുഹമ്മദ് അലീമിനെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചുകൊണ്ടാണ് ജഡ്ജി ഈ പരാമർശം നടത്തിയത്. കുറ്റകൃത്യങ്ങളിൽ പുരുഷനെ സഹായിച്ചതിന് അയാളുടെ 65 വയസ്സുള്ള പിതാവിനും 2 വർഷം തടവ് ശിക്ഷ ലഭിച്ചു. നഗരത്തിൽ കമ്പ്യൂട്ടർ കോഴ്സ് പഠിക്കുന്ന 20 വയസ്സുള്ള ഒരു സ്ത്രീയായിരുന്നു പരാതിക്കാരി. ഈ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഉള്ളതിന് സമാനമായ സാഹചര്യങ്ങൾ ഇന്ത്യയിലും സംഭവിക്കുമെന്ന് ജഡ്ജി ദിവാകർ അന്ന് തന്നെ മുന്നറിയിപ്പ് നൽകുകയുണ്ടായി.